ഹായ് ഓൾ. വളരെ സാധാരണമായിട്ട് കാണുന്ന നെക്ക് ഹമ്പ് അല്ലെങ്കിൽ കൂന് എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻ അത് എങ്ങനെ ഉണ്ടാകുന്നു എക്സർസൈസ് ചെയ്ത് അത് മാറ്റാൻ പറ്റുമോ എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കാഴ്ചയിൽ കൂന് പോലെ തോന്നുന്ന ഈ രണ്ട് കണ്ടീഷൻസ്, അതായത് ബഫലോ ഹമ്പും ഡോവേജേഴ്സ് ഹമ്പും രണ്ടും രണ്ട് കണ്ടീഷൻസാണ്. പക്ഷേ നമ്മൾ പൊതുവെ അതിനെ നെക്ക് ഹമ്പ് അല്ലെങ്കിൽ കൂന് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അറിയേണ്ടത് എക്സർസൈസ് ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ്. അതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. കാഴ്ചയിൽ ഒരുപോലെ തോന്നുന്ന ഈ രണ്ട് കണ്ടീഷനും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെയും അപ്പർ ബാക്കിൻ്റെ ഏരിയയിലുള്ള കേർവിനെയാണ്. ഡോവേജേഴ്സ് ഹമ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്ററിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. കൂടുതലായിട്ടും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഓഫീസിൽ കൂടുതൽ നേരം ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ നെക്ക് മസിൽസും അപ്പർ ബാക്ക് മസിൽസൊക്കെ വീക്കാവുകയും ചെസ്റ്റ് മസിലൊക്കെ ടൈറ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ബഫലോ ഹമ്പിൻ്റെ കാരണം എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ അപ്പർ ബാക്കിൻ്റെ ഭാഗത്തായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുന്നു. ചില മെഡിക്കേഷൻസ്, ഒബിസിറ്റി, പൊണ്ണത്തടി ഇതൊക്കെ മൂലം ഇങ്ങനെ ഉണ്ടാകാം. നമ്മൾ നല്ലൊരു റിക്കവറിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ആ കണ്ടീഷനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകണം. ഡോവേജേഴ്സ് ഹമ്പ് അല്ലെങ്കിൽ നെക്ക് ഹമ്പ്, ടെക്സ്റ്റ് ഹമ്പ്, ഹഞ്ച് ബാക്ക്, റൗണ്ട് ബാക്ക്, ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു എക്സസീവ് കേർവാണ് അവിടെ ഉണ്ടാകുന്നത്. അത് പോസ്റ്റർ മൂലമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മസിൽ ഇംബാലൻസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും നമ്മൾ എക്സർസൈസ് ചെയ്ത് ശ്രമിക്കുകയാണെങ്കിൽ ഈ മസിൽ ഇംബാലൻസിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് സാധിക്കും. ബഫലോ ഹമ്പിലും എക്സർസൈസ് നല്ലതാണ്. പക്ഷേ ഈ അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒബിസിറ്റി, അതുപോലെ തന്നെ ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുന്നത്, ചില മരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ എക്സർസൈസും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നതാണ്. ഇനി നമ്മൾ എക്സസൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ധാരണ വേണം, നമ്മുടെ കൂനാണ് കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ കാലിൻ്റെ ഹീല് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്കും അപ്പർ ബാക്കും എല്ലാം ഭിത്തിയോട് ചേർന്നാണ് നിൽക്കേണ്ടത്. ഈ പൊസിഷനിൽ നല്ലതുപോലെ റിലാക്സ് ചെയ്യുക, ശ്വാസം എടുക്കുക. ഇനി നമ്മുടെ രണ്ട് കൈയും ഉയർത്തി ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ എൽബോ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഇപ്പം നമ്മൾ കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എക്സേൽ ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മുടെ ഹെഡും നമ്മുടെ കൈപ്പത്തിയും നമ്മുടെ എൽബോയുടെ ഭാഗവും എല്ലാം ഭിത്തിയിലേക്ക്, അപ്പർ ബാക്കും ഭിത്തിയിലേക്ക് ചേർത്ത് അമർത്തുക. 1 2 3 4 5 സെക്കൻഡ്സ് അങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇനി കൈ താത്തിയിടുക, റിലാക്സ് ചെയ്യുക, നല്ലതുപോലെ ശ്വാസം എടുക്കുക. ഈ എക്സർസൈസ് തുടക്കക്കാരാണെങ്കിൽ നമുക്കൊരു 5 കൗണ്ട് വരെ ചെയ്യാവുന്നതാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ കഴിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് തുടക്കത്തിൽ കുറച്ച് കൗണ്ട് ചെയ്താൽ മതി. കുറച്ച് കംഫർട്ടബിൾ ആയി കഴിയുമ്പോഴത്തേക്കും റെപ്പറ്റീഷൻ നമുക്ക് 10 ആക്കാം. ഹോൾഡെന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ്സ് ആക്കാം. ഇത് ചെയ്യുമ്പോൾ മൈൻഡിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നോട്ടുള്ള കേർവ് നിവർത്തുക, അല്ലെങ്കിൽ ആ മസിൽ ഇൻബാലൻസ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ഇത് ചെയ്യേണ്ടത്. എക്സർസൈസ് നമ്പർ 2 സ്കാപ്പുലോ തൊറാസിക് എക്സർസൈസാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്കാപ്പുലർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള എക്സർസൈസാണ്. ഈ എക്സർസൈസിൽ നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡോ അല്ലെങ്കിൽ വെയിറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ബോഡി വെയ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് വൈ പൊസിഷനാണ്. വൈ പൊസിഷനിൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ കൈ ഏകദേശം ഒരു 135 ഡിഗ്രിയാണ് ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഉയർത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ സ്കാപ്പുല, ഈ രണ്ട് സ്കാപ്പുല ഉണ്ടല്ലോ, ആ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ സ്ക്യൂസ് ചെയ്ത്, അതായത് നമ്മൾ ചിന്തിക്കേണ്ടത്, അതായത് ജസ്റ്റ് അസ്യൂം ചെയ്യേണ്ടതാണ്, അത് നമ്മുടെ ആ സ്കാപ്പുലയുടെ ഇടയിലായിട്ടൊരു പെൻസിലുണ്ട്, നമ്മളതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ 1 2 3 അങ്ങനെ 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഒന്നും കൂടി നോക്കാം. കൈ ഒരു വൈ ഷേപ്പിൽ ഒരു 135 ഡിഗ്രിയിൽ ഉയർത്തുന്നു, സ്കാപ്പുലയെ സ്ക്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത് ഒരു 5 റെപ്പറ്റീഷൻസ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് ടി ഷേപ്പ് എക്സസൈസാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ടി ഷേപ്പിലാണ് നമ്മുടെ കൈ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ വൈ പൊസിഷൻ പറഞ്ഞല്ലോ, അത് നേരെ കൈ താഴ്ത്തുകയാണ്. അപ്പോൾ ഈ ടി പൊസിഷനിലേക്ക് വരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ സ്കാപ്പുലോട് അവിടെ സ്ക്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അത് വീണ്ടും ഒരു 5 റെപ്പറ്റീഷൻസ് ചെയ്യുക. അടുത്തതായി ഡബ്ല്യു ഷേപ്പ് എക്സസൈസാണ്. ടി ഷേപ്പിൽ നിന്ന് നമ്മൾ ഈ ഡബ്ല്യു ഷേപ്പിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ കൈയുടെ പാം, അത് ഉള്ളം കൈ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും സ്കാപ്പുലയുടെ ഏരിയ സ്ക്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ ഒരു 5 റെപ്പറ്റീഷൻസ് ചെയ്യുക. നെക്സ്റ്റ് എൽ ഷേപ്പ് എക്സസൈസാണ്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ റൊട്ടാറ്റർ കഫ് മസിൽ, ഷോൾഡറിൻ്റെ റൊട്ടാറ്റേഴ്സിന് വേണ്ടിയുള്ള എക്സസൈസും കൂടിയാണ്. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കൈ വെക്കുക. എൽ ഷേപ്പിലാണ്. നമ്മുടെ എൽബോ എന്ന് പറയുന്ന ഒരു 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കൈ ഫ്രണ്ടിൽ നിന്ന് പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം സ്കാപ്പുല സ്ക്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, അതായത് കൈ ഇങ്ങനെ പുറകോട്ട് വന്ന് സ്കാപ്പുലയുടെ അവിടെ സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെസ്റ്റ് നല്ലപോലെ ഓപ്പൺ ആകുന്ന പോലെ തോന്നും. അങ്ങനെ YTW എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സസൈസ് നമ്പർ 3 ഡോർവേ സ്ട്രെച്ച്. ഇനി ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. പിക്ചറിൽ കാണുന്ന പോലെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കൈപ്പത്തി എന്ന് പറയുന്നത് ആ ഡോറിൻ്റെ ഫ്രെയിമിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങനെ നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ ഇവിടെ എൽബോയുടെ പൊസിഷൻ 90 ഡിഗ്രി ആംഗിളിൽ ബെൻഡാണ്, ഷോൾഡർ 90 ഡിഗ്രി ആംഗിളിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് ഒന്ന് ഫോർവേഡ് വെക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് അല്ലെങ്കിൽ പെക്ടോറൽ മസിൽസിന് നല്ല ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും. തുടക്കക്കാരാണെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മളിതുമായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു 10 to 15 സെക്കൻഡ്സൊക്കെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. ഒരു മസിലിൻ്റെ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എക്സേൽ ചെയ്യുക, അതായത് ശ്വാസം പുറത്തേക്ക് വിടുക. അതായത് ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് വേണം മസിലിനെ കൺട്രാക്റ്റ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ശ്വാസം പിടിച്ചു വെക്കുന്നു, മസിലിനെയും ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അത് തെറ്റാണ്. നമ്മൾ ഇപ്പോൾ കണ്ട 3 എക്സസൈസും നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ചിൻടക്ക് എക്സസൈസ് ഒരു ഓപ്ഷണൽ എക്സസൈസാണ്. ഓഫീസിലൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. കഴുത്ത് വേദനയുള്ളവർക്കും FHP, അതായത് ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉള്ളവർക്കുമൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് ചിൻടക്ക് എക്സസൈസ്. നെക്ക് ഹമ്പിന് വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള 3 എക്സസൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. എപ്പോഴും എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.